കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കുറിച്ചുള്ള ഡിസ്കഷനായിരുന്നു നമ്മൾ നടത്തിയിരുന്നത്. SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇറ്റ്സ് എ സീക്വൻഷ്യൽ സർക്യൂട്ട്. ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രീവിയസ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് സീക്വൻഷ്യൽ സർക്യൂട്ട്. ആ സർക്യൂട്ടിൽ വരുന്നതെന്നാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓർ ലാച്ച്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രാൻസിസ്റ്റർ വെച്ചിട്ടായിരുന്നു നമ്മൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ലാച്ചിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും അതിൻ്റെ ട്രൂത്ത് ടേബിളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന് ഗേറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ലോജിക്കൽ കൺസ്ട്രക്ഷൻ നടത്താൻ പറ്റുക എന്നുള്ളൊരു കാര്യമാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ടും അതുപോലെ നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കൺസ്ട്രക്ഷൻ അതായത് SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കൺസ്ട്രക്ഷൻ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നാൻഡ് ഗേറ്റ് ആണ്. അതിൻ്റെ വർക്കിങ്ങും അതിൻ്റെ ട്രൂത്ത് ടേബിളിൻ്റെ വെരിഫിക്കേഷനുമാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത് ഈ രീതിയിലായിരിക്കും. ഓക്കെ, 4 നാൻഡ് ഗേറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ ഈ രണ്ട് സെറ്റ് എന്ന് പറയുന്നത് നമ്മളെ ഇൻപുട്ടിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു നോട്ട് ഗേറ്റിന് ഇക്വലൻ്റ് ആണ് ഈ ഒരു നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു ഇൻപുട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എക്സ് ബാർ ആയിട്ട് മാറും. ആർ എന്ന് പറയുന്ന ഇൻപുട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നതെങ്കിൽ ദറ്റ് ഈസ് ആർ ബാർ ആയിട്ട് ഇവിടെ ചേഞ്ച് ചെയ്യും. ദെൻ രണ്ട് ഔട്ട്പുട്ടുകൾ വരുന്നുണ്ട്, ക്യൂ ആൻഡ് ക്യൂ ബാർ. ക്യൂവിൻ്റെയും ക്യൂ ബാറിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതെന്തായിരിക്കും, കോംപ്ലിമെൻ്റ് ആയിട്ട് വരുന്ന കേസായിരിക്കും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ ഒരു വർക്കിംഗ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ബിൽഡിംഗ് ഗേറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ പറയുന്നത് ഈ രീതിയിലാണ്. ഇനി നമുക്കിതിൻ്റെ ഒരു വർക്കിംഗ് ട്രൂത്ത് ടേബിളിൻ്റെ വെരിഫിക്കേഷനിലേക്കാണ് നമുക്ക് പോവേണ്ടത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ് ഈസ് ഈക്വൽ ടു 0, ആർ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ട്രൂത്ത് ടേബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സിൻ്റെ വാല്യൂ 0 കൊടുത്തു, ആറിൻ്റെ വാല്യൂ നമ്മൾ 0 കൊടുക്കുകയാണ്. ഇനീഷ്യലി ക്യൂയുടെ വാല്യൂ എന്ന് പറയുന്നത് 0, ക്യൂ ഡാഷിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ക്യൂ ബാറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ 1 ആക്കി എടുക്കുകയാണ്. ക്യൂ എന്ന് പറയുന്നത് 0യും ക്യൂ ബാർ എന്ന് അതായത് പ്രീവിയസ് ഔട്ട്പുട്ട്, ഇതിന് മുമ്പുള്ള നമ്മൾ 0 കൊടുക്കുന്നതിന് മുമ്പുള്ള ഔട്ട്പുട്ടാണ് ക്യൂ 0, ക്യൂ ബാർ 1ഉം. ഇനി നമ്മൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ 0 കൊടുക്കുകയാണ്, ആറിൻ്റെ വാല്യൂ നമ്മൾ 0 കൊടുക്കുകയാണ്. ഈ നാൻഡ് ഗേറ്റ് അതായത് 0 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും നമുക്ക് ഈ നാൻഡ് ഗേറ്റിന് 2 ഇൻപുട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഈ നാൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ എക്സ് ബാർ എന്ന് പറയുന്നത് 1 വരും. സിമിലർലി ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, 1 വരും. ഓക്കെ, ഇനി ഇവിടെ നോക്കാം, ഇവിടെ ക്യൂവിൻ്റെ വാല്യൂ 0 ആണ്, ഇവിടെ ക്യൂ ബാറിൻ്റെ വാല്യൂ എന്ന് പറയുന്നതും 1 ആണ്. ക്യൂവിൻ്റെ വാല്യൂ 0 ആണ്, അത് ഫീഡ്ബാക്ക് വഴി ഈ ഒരു നാൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ടിലേക്ക് വരുന്നുണ്ട്. സോ ആർ ബാറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1, ഈ ക്യൂയുടെ വാല്യൂ എന്ന് പറയുന്നത് 0. അപ്പോൾ ഈ നാൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒന്ന് 0യും ഒന്ന് 1ഉം ആണ്. 0യും 1ഉം വരാണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 തന്നെയായിരിക്കും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1ലേക്ക് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ഈ 1 ഫീഡ്ബാക്ക് ചെയ്ത് ഈ ഒരു നാൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ടിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ എക്സ് ബാറിൻ്റെ വാല്യൂ 1, ഈ ഫീഡ്ബാക്ക് വഴി നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 1. അപ്പോൾ ഈ നാൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒന്ന് 1ഉം മറ്റതും 1 ആണ്. 1 വരാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദാറ്റ് മീൻസ് എന്താണോ തൊട്ട് മുമ്പുണ്ടായിരുന്ന സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിൽ തന്നെ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും എന്നാണ് മീൻ ചെയ്യുന്നത്. എന്താണോ തൊട്ട് മുമ്പിൽ എന്തായിരുന്നോ സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഇനി സപ്പോസ് ഇവിടെ നമ്മൾ ക്യൂവിൻ്റെ വാല്യൂ 0യും ക്യൂ ബാറിൻ്റെ വാല്യൂയും 1 ആക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ 1ഉം ഇവിടെ 0 ആക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ കേസ് വരുന്നത് നോക്കാം. ഇപ്പോൾ 0 എക്സിൻ്റെ വാല്യൂ 0, ആറിൻ്റെ വാല്യൂ 0, ഇവിടെ എക്സ് ബാർ ആർ ബാർ അതായത് ഇവിടെ 1 വരും, ഇവിടെയും 1 വരും. ഈ ക്യൂവിൻ്റെ ഈ ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് ചെയ്ത് ഇങ്ങോട്ടാണ്. സോ 1 ഇവിടേക്ക് വന്നു. ഓക്കെ, അപ്പോൾ 1 ആണ് സമയത്ത് നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ഈ 0 എന്ത് ചെയ്യും, ഫീഡ്ബാക്ക് ലൈൻ ഇങ്ങോട്ട് വരും. സോ ഇവിടെ 0 വരും. 1 വരാണെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആയിരിക്കും. സോ തൊട്ട് മുമ്പുണ്ടായിരുന്ന ഔട്ട്പുട്ട് ക്യൂയുടെ വാല്യൂ 1ഉം ക്യൂ ബാറിൻ്റെ വാല്യൂ 0 ആയിരുന്നു. എക്സിൻ്റെ വാല്യൂ 0യും ആറിൻ്റെ വാല്യൂ 0യും കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് അതേ വാല്യൂ തന്നെ എന്ത് ചെയ്യാണ്, കണ്ടിന്യൂ ചെയ്യാണ്. സോ നമുക്ക് ട്രൂത്ത് ടേബിളിൽ നമുക്ക് എങ്ങനെ അറിയാം,
ഇതിൻ്റെ ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറയുന്നത് എക്സ്, ആറ് ഔട്ട്പുട്ട്, ക്യൂ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 0 നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ എന്തായിരുന്നു ഇനീഷ്യൽ വാല്യൂ അതിൽ തന്നെ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും എന്നാണ് പറയുന്നത്. 0 ആണെങ്കിൽ QN, അതായത് നോ ചേഞ്ച് എന്നുള്ളതായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കേസിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ അടുത്ത കേസിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഓക്കെ, അടുത്ത വാല്യൂ എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ 0യും ആറിൻ്റെ വാല്യൂ 1 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ ഇവിടെ 0, ഇവിടെ 1. ഓക്കെ, ഈ നാൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട് 0 ആണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിട്ട് ചേഞ്ച് ചെയ്യും. ഈ 6 എന്ന് പറയുന്ന ഈ നാൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട് 1 ആണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, 0 ആയിട്ട് ചേഞ്ച് ചെയ്യും. ഓക്കെ, ഇനി നാൻഡ് ഗേറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്താണ്, ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആയിട്ടാണ് വരുന്നതെങ്കിൽ, ഏതെങ്കിലും ഇൻപുട്ട്, ഇത് നാൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളാണ്, ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആയിട്ടാണ് വരുന്നതെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കാം, ഈ ഒരു നാൻഡ് ഗേറ്റിൻ്റെ ഇതിൻ്റെ വാല്യൂ നമുക്കറിയില്ല. കാരണം ക്യൂ പ്രീവിയസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്താണെന്ന് എന്തെങ്കിലും ആയിക്കോട്ടെ, 0 ആയിക്കോട്ടെ 1 ആയിക്കോട്ടെ, എനിവേൽസ് നമ്മളത് മെയിൻ ചെയ്യുന്നില്ല. ഇവിടുത്തെ വാല്യൂ, ഒരു ഇൻപുട്ടിൻ്റെ വാല്യൂ 0 ആണ് വന്നിട്ടുള്ളത്. സോ ഒരു ഇൻപുട്ടിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഈ 1 എന്ത് ചെയ്തു, ഫീഡ്ബാക്ക് വഴി ഇവിടേക്ക് വരും. അപ്പോൾ ഇവിടെ 1 വരുന്ന സമയത്ത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ഈ 0 ഫീഡ്ബാക്ക് വഴി ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ 0 എന്നാണ്, 0 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എന്താണ്, 1 തന്നെയാണ്. സോ ദ ഔട്ട്പുട്ട് ഈസ് സ്റ്റേബിൾ. ഇവിടെ ഔട്ട്പുട്ട് എന്ത് ചെയ്തു, സ്റ്റേബിൾ ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 1, ഈ 0 എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള ഇൻപുട്ടാണ്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടാണ്. ഒരു ഇൻപുട്ട് 0 ആയിട്ട് വരികയാണെങ്കിൽ നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. മറ്റേ ഇൻപുട്ട് ഏതും ആയിക്കോട്ടെ, 0 ഓർ 1 ഏതെങ്കിലും ആയിക്കോട്ടെ, എനി ഇൻപുട്ട് വിൽ ബി ലോ, ദ ഔട്ട്പുട്ട് വിൽ ബി എ മാക്സിമം. അതാണ് നാൻഡ് ഗേറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി വെച്ച് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 എന്ന് പറയാം. ഈ 1 ഫീഡ്ബാക്ക് വഴി നമുക്ക് ഇവിടേക്ക് വരും. കാരണം ഇവിടെ 1 ആണ്, മറ്റേ ഇൻപുട്ട് 1 ആണ്. മറ്റേ ഇൻപുട്ട് 1 ആണെങ്കിൽ നമുക്ക് 1 വരാം, 0യും വരാം. അപ്പോൾ രണ്ടാമത്തെ ഇൻപുട്ട് നമുക്ക് എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അത് നമുക്ക് ഫീഡ്ബാക്ക് വഴി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ 1 വന്നു. 1 വന്നുമ്പോൾ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ 0 വരും. ഈ 0 ഫീഡ്ബാക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നാൽ 0 അപ്പോഴും ഔട്ട്പുട്ട് എന്താണ്, 1 തന്നെയാണ്. സോ ഇതെന്തായി, 2 സ്റ്റേബിൾ, അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടിലേക്ക് എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0യും ആറിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് എന്തായിരിക്കും, 0 ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്ത കേസ് നമ്മൾ പറയാൻ പോകുന്നത് എക്സ് = 1, ആർ = 0. ഓക്കെ, എക്സിൻ്റെ വാല്യൂ 1ഉം ആറിൻ്റെ വാല്യൂ 0 ആവുന്ന കേസാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ 1 കൊടുത്തു, ആറിൻ്റെ വാല്യൂ നമ്മൾ 0 കൊടുത്തു. അപ്പോൾ ഇവിടെ നോക്കാം, എക്സിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ എക്സ് ബാറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ആർ = 0 ആണെങ്കിൽ ആർ ബാറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നാൻഡ് ഗേറ്റിൻ്റെ പ്രത്യേകത പറയുകയാണ്, ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആയിരിക്കും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ നാൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് 0 ആയിട്ട് വന്നിട്ടുണ്ട്, ഈ നാൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് 1 ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട്, ഇൻപുട്ടിൽ 0 വന്നാൽ ഔട്ട്പുട്ട് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, 1 ആയിട്ട് ചേഞ്ച് ചെയ്യും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ 1 ഫീഡ്ബാക്ക് വഴി ഇങ്ങോട്ട് വരും, ഈ ഒരു പൊസിഷനിലേക്ക്, അതായത് ഈ നാൻഡ് ഗേറ്റിൻ്റെ രണ്ടാമത്തെ ഇൻപുട്ടിലേക്ക് വരും. അപ്പോൾ ഇവിടെ 1 എന്നുള്ള ഇൻപുട്ട് വന്നു. 1 എന്നുള്ള ഇൻപുട്ടാണ് വരുന്നതെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ഈ 0 എന്ന് പറയുന്ന ഈ ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് വഴി ഇങ്ങോട്ട് വന്നു. അപ്പോൾ 0 എന്ന് പറയുന്ന ഇൻപുട്ടായിരിക്കും ഇവിടെ ഉണ്ടാവുക. 0 എന്ന് പറയുന്ന ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആയിരിക്കും. സോ അവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്തു, സ്റ്റേബിൾ ചെയ്തു. കാരണം ഈ 1 വീണ്ടും ഇങ്ങോട്ട് വരികയാണെങ്കിലും ഈ ഒരു ഔട്ട്പുട്ട് എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്കവിടെ കിട്ടുന്നത്. സോ നമുക്കിവിടെ ഇതിൻ്റെ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ, ഇതാണ് നമുക്ക് എക്സ് = 1ഉം ആർ = 0യ്ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. ഇനി എക്സ് = 1ഉം ആർ = 1നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേസാണ് നമുക്ക് ഇനി കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് = 1, ആർ = 1. എക്സ് = 1 ആണെങ്കിൽ എക്സ് ബാറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിട്ട് വരും, ആർ ബാറിൻ്റെ വാല്യൂ എന്ന് പറയുന്നതും 0 ആയിട്ട് വരും. ഓക്കെ, 0. അപ്പോൾ ഇവിടെ നോക്കാം, ഈ നാൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് 0 വന്നിട്ടുണ്ട്. അതുപോലെ ഈ നാൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് എന്തായിട്ടുണ്ട്, 0 വന്നിട്ടുണ്ട്.
സോ നമുക്കറിയാം നാൻഡ് ഗേറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആയിട്ടാണ് വരുന്നതെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും 1 ആയിരിക്കും. അപ്പോൾ ഈ നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 വരും. ഈ നാൻഡ് ഗേറ്റിൻ്റെയും ഒരു ഇൻപുട്ട് 0 ആണ്, അപ്പോഴും ഇവിടെ എന്ത് ചെയ്യും 1 വരും. സോ അത് പോസിബിൾ അല്ല, കാരണം ക്യൂ എന്താണോ അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് നമുക്ക് ക്യൂ ബാറിൽ കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ രണ്ടും ഈക്വലൻ്റ് ആയിട്ടാണ്, അതായത് 1 ആണ് കിട്ടുന്നത്. ക്യൂ 1 ആണെങ്കിൽ ക്യൂ ബാർ 0 ആയിരിക്കണം. പക്ഷേ അത് പോസിബിൾ അല്ല ഈ ഒരു കണ്ടീഷനിൽ. അതായത് എക്സിൻ്റെ വാല്യൂ 1 കൊടുക്കുമ്പോഴും ആറിൻ്റെ വാല്യൂ 1 കൊടുക്കുമ്പോഴും നമുക്ക് ഈ ഒരു കേസ് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. സോ എക്സ് ഇസ് ഈക്വൽ ടു 1, ആർ ഇസ് ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് അതൊരു ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു കേസാണ് വരുന്നത്. ഈ ഒരു പ്രോബ്ലം ആയിരുന്നു നമ്മൾ റേസിംഗ് പ്രോബ്ലം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, വരയ്ക്കാൻ പറ്റും, റേസിംഗ് പ്രോബ്ലം. ഓക്കെ, ഇതാണ് നമ്മളെ SR ഫ്ലിപ്പ് ഫ്ലോപ്പിനെ നമ്മൾ നാൻഡ് ഗേറ്റ് വെച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതി. ഓക്കെ, ഇനി നമ്മൾ ഈ XR ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് നമ്മളൊരു ക്ലോക്കും കൂടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ക്ലോക്ക് സർക്യൂട്ട്, അതായത് ഒരു ഇൻ്റർവെൽ ടൈമിൽ പോസിറ്റീവും നെഗറ്റീവായിട്ട് ഓൾട്ടർനേറ്റീവായിട്ട് നമ്മൾ ക്ലോക്ക് സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ, ക്ലോക്ക് സിഗ്നൽ വരുന്നത് എങ്ങനെയാണ്, ഒരു അപ്പ് സ്റ്റേജ് വരും, പിന്നെ ഒരു ലോ സ്റ്റേജ്, പിന്നെ ഒരു അപ്പ്, പിന്നെ ഒരു ലോ, ഈ രീതിയിലായിരിക്കും. അപ്പോൾ ഇവിടെ 1, ഇവിടെ 0, വീണ്ടും 1, വീണ്ടും 0. ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് 0, 1 എന്നുള്ളത് എന്ത് ചെയ്യും, ഓൾട്ടർനേറ്റീവായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഈ ഒരു കേസിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ട്രൂത്ത് ടേബിൾ വരുന്നത് എന്നതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്ലോക്ക്ഡ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് നാൻഡ് ഗേറ്റ്. നാൻഡ് ഗേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലോക്ക്ഡ് SR ഫ്ലിപ്പ് ഫ്ലോപ്പിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രത്തിലേക്ക് നമുക്ക് ആദ്യം പോവാം. ഇതാണ് നമ്മുടെ ക്ലോക്ക്ഡ് SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. 4 നാൻഡ് ഗേറ്റാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ നാൻഡ് ഗേറ്റിലേക്കാണ് നമ്മൾ X എന്ന് പറയുന്ന ഇൻപുട്ട്, രണ്ടാമത്തിലേക്കാണ് നമ്മൾ R എന്ന് പറയുന്ന ഇൻപുട്ട്. രണ്ടിലും കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു ഇൻപുട്ടാണ് ക്ലോക്ക് സർക്യൂട്ട്. ക്ലോക്ക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ 1, 0 എന്നിവ ഓൾട്ടർനേറ്റീവായിട്ട് വരുന്ന കേസാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ രണ്ടാമത്തെ സെറ്റ് ഓഫ് നാൻഡ് ഗേറ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഫീഡ്ബാക്ക് വഴി ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ ക്ലോക്ക്ഡ് SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഡയഗ്രം എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ എങ്ങനെയാണ് ട്രൂത്ത് ടേബിൾ വരുന്നത് എന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ക്ലോക്ക് സിഗ്നൽ 0 ആവുന്ന കേസാണ്. ക്ലോക്ക് സിഗ്നൽ 0 ആവുന്ന കേസിലാണ് നമ്മൾ ഫസ്റ്റ് കൺസിഡറേഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ക്ലോക്ക് സിഗ്നൽ 0 ആണെന്ന് പറഞ്ഞാൽ ഈ നാൻഡ് ഗേറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ഒരു ഇൻപുട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിട്ടായിരിക്കും വരിക. ഓക്കെ, അതായത് ഈ ഒരു നാൻഡ് ഗേറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിട്ടുള്ള കേസായിരിക്കും വരിക. അപ്പോൾ നമ്മളിവിടെ എക്സിൻ്റെ വാല്യൂ ക്ലോക്ക് സിഗ്നലിൻ്റെ വാല്യൂ നമ്മൾ 0 ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഇൻപുട്ട് 0 വന്നു, ഈ ഒരു ഇൻപുട്ടും 0 വന്നു. ഈ ഇൻപുട്ട് രണ്ടും 0 വരാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആയിരിക്കും. കാരണം നമ്മൾ പറഞ്ഞു നാൻഡ് ഗേറ്റിൻ്റെ പ്രത്യേകത, ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. മറ്റേ ഇൻപുട്ടിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യേണ്ട, മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഒന്നെങ്കിൽ 0 ആവാം അല്ലെങ്കിൽ 1 ആവാം. ഏതായാലും ആ നാൻഡ് ഗേറ്റിന് അത് എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബിക്കോസ് അതിൻ്റെ ഒരു ഇൻപുട്ട് ഓൾറെഡി എന്താണ് 0 ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 0 ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമ്മൾ എക്സിന് ഏതൊരു കോമ്പിനേഷൻ കൊടുക്കുകയാണെങ്കിലും, എക്സിന് 0യോ അല്ലെങ്കിൽ ആറിന് 0 അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 1, ആർ ഇസ് ഈക്വൽ ടു 1, ഏതൊരു കോമ്പിനേഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ ഈ നാൻഡ് ഗേറ്റിൻ്റെ ഈ ഇൻപുട്ടിലേക്ക് 1 വന്നു, ഇവിടെയും ഈ നാൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ടിലേക്ക് 1 വന്നു. ക്യൂവിൻ്റെ വാല്യൂ നമ്മൾ 0 ആക്കി എടുക്കുകയാണ്, ക്യൂ ബാറിൻ്റെ വാല്യൂ നമ്മൾ 1 ആക്കി എടുക്കുകയാണെങ്കിൽ ഈ 0 ഫീഡ്ബാക്ക് വഴി ഇങ്ങോട്ട് വരും. ഇപ്പോൾ 0, 1 എന്നുള്ള ഇൻപുട്ടാണ് ഈ നാൻഡ് ഗേറ്റിന് വരുന്നത്. ഈ നാൻഡ് ഗേറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0, 1 ആണെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 വരും. ഈ 1 എന്ത് ചെയ്യും, ഫീഡ്ബാക്ക് വഴി ഇങ്ങോട്ട് വരും. 1, 1 എന്നുള്ള ഇൻപുട്ടായിരിക്കും വരിക, അതെന്ത് ചെയ്യും, 0 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്നുള്ളത്. അപ്പോൾ ഇനീഷ്യലി എന്തായിരുന്നു ഔട്ട്പുട്ട്, അതേ ഔട്ട്പുട്ടിലേക്ക് എന്ത് ചെയ്യും, തിരിച്ച് റിട്ടേൺ വരും എന്നതാണ് ഇത് എന്ത് ചെയ്യുന്നത്, മീൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് 0, 1 എന്നുള്ള ഔട്ട്പുട്ടാണ് മുമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതേ ഔട്ട്പുട്ടായിരിക്കും നമുക്ക് ഈ ഒരു കേസിലും, അതായത് ക്ലോക്ക് സിഗ്നൽ 0 ആവുന്ന കേസിലുള്ള വാല്യൂ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രൂത്ത് ടേബിൾ നമുക്ക് എങ്ങനെ എഴുതാം. അപ്പോൾ നമ്മൾ ക്ലോക്ക് സിഗ്നൽ നമ്മൾ കൊടുക്കുന്നുണ്ട് എസ്, അതുപോലെ ആർ, അതുപോലെ ഔട്ട്പുട്ട്. ഓക്കെ,
അപ്പോൾ ക്ലോക്ക് സിഗ്നൽ 0 ആണ്. അപ്പോൾ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ഇൻപുട്ട് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ, അത് എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആവാം അല്ലെങ്കിൽ 1 ആവാം, ഏതും ആവാം. ഡോണ്ട് കെയർ എന്നാണ് അതിന് പറയുക. എക്സ് എന്ന് പറയുന്നത് ഡോണ്ട് കെയർ, ഏതെങ്കിലും ആവാം, നോ പ്രോബ്ലം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? QN തന്നെയായിരിക്കും. അതായത് തൊട്ട് മുമ്പ് എന്തായിരുന്നോ അതേ തന്നെ എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും എന്നതാണ് ഇത് മീൻ ചെയ്തത്. ഓക്കെ. ഇനി അടുത്തൊരു കേസ്, ക്ലോക്ക് സിഗ്നൽ 1 കൊടുക്കുന്ന സമയത്ത് അവിടെ നമുക്ക് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ നമുക്ക് നോക്കണം. 0 0, 1 കൊടുക്കുന്ന സമയത്ത് 0 1, 1 കൊടുക്കുന്ന സമയത്ത് 1 0, 1 കൊടുക്കുന്നത് 1 1. ഇങ്ങനെ ഒരു കേസാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലോക്ക് സിഗ്നൽ 1 കൊടുക്കുകയാണ്, എക്സും ആറും 0 ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കാം, ക്ലോക്ക് സിഗ്നൽ ഇവിടെ 1 വന്നു. ഓക്കെ, ക്ലോക്ക് സിഗ്നൽ ഇവിടെ 1 വരും. പക്ഷേ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആണ്. ആറിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഒന്നാമത്തെ കേസിൽ നമ്മൾ ഒന്നാമത്തെ ടേബിൾ കാണാണ് 0 0. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 കൊടുത്തു, ആറിൻ്റെയും വാല്യൂ 0 കൊടുത്തു, ക്ലോക്ക് സിഗ്നൽ എന്ന് പറയുന്നത് 1ഉം കൊടുത്തു. അപ്പോഴും നാൻ ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് 0 വന്നിട്ടുണ്ട്, ഇവിടെയും നാൻ ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് 0 വന്നിട്ടുണ്ട്. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? 1 1 ആണ്. അപ്പോൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയായിരിക്കും നമുക്ക് ഇവിടെയും കിട്ടുക. നേരത്തെ നമ്മൾ ക്ലോക്ക് സിഗ്നൽ 0 ആണെങ്കിലും നമുക്ക് 1 1 എന്നുള്ളൊരു കേസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി എക്സിൻ്റെ ക്ലോക്ക് സിഗ്നൽ ഐ ആക്കി കൊടുക്കുകയാണ്, എക്സും ആറും നമ്മൾ ലോ ആക്കി കൊടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഈ നാൻ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് 1 1 എന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ പ്രകാരം നമുക്ക് എങ്ങനെ പറയാം? നോ ചേഞ്ച് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ പ്രകാരം. അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഈ ഒരു സെക്ഷനിൽ ക്ലോക്ക് സിഗ്നൽ 0 ആവുന്ന കേസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇനി അടുത്ത കേസ്, എക്സിൻ്റെ വാല്യൂ 0യും ആറിൻ്റെ വാല്യൂ 1 എടുക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സിൻ്റെ ക്ലോക്ക് സിഗ്നൽ 1 ആണ് കൊടുക്കുന്നത്, എക്സിൻ്റെ വാല്യൂ നമ്മൾ 0 കൊടുത്തു, ആറിൻ്റെ വാല്യൂ നമ്മൾ 1 കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നാൻ ഗേറ്റിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് 0 1 എന്നാണ് വരുന്നത്. 0 1 ആണ് വരുന്നതെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇത് നാൻ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ 1 1 ആണ് ഈ നാൻ ഗേറ്റിൻ്റെ ഇൻപുട്ട് വരുന്നത്. കാരണം നമ്മൾ ആറിന് വാല്യൂ 1 ആണ് കൊടുക്കുന്നത്, ക്ലോക്ക് സിഗ്നലും 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കാം, ഈ നാൻ ഗേറ്റിൻ്റെ ഇൻപുട്ട് 1 വന്നു, ഈ നാൻ ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് 0 വന്നു. ഇനി നമ്മൾ നാൻ ഗേറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി, നാൻ ഗേറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. സോ ഇവിടെ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഈ 1 ഫീഡ്ബാക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടുത്തെ നാൻ ഗേറ്റിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് 1 1. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് 0. ഈ ഔട്ട്പുട്ട് എന്ത് ചെയ്തു? ഫീഡ്ബാക്ക് വഴി ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ 0 0 എന്നുള്ള ഇൻപുട്ടായിരിക്കും നമുക്ക് ഈ നാൻ ഗേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുക. സോ നമുക്ക് എന്ത് ചെയ്യാം? 0 0 ആണെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. സോ ഈ 1ൽ തന്നെ എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും. സോ അവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? അവിടെ സ്റ്റേബിൾ ആയിട്ടുണ്ട്. സോ നമുക്ക് 0 1 ആണ് കിട്ടുന്നതെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും എന്ന് നമുക്കറിയാം. ക്യൂവിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മളെ രണ്ടാമത്തെ കേസ്. ഇനി മൂന്നാമത്തെ കേസിലേക്ക് നമ്മൾ പോവുകയാണ്. മൂന്നാമത്തെ കേസ് പറയുന്നത് എക്സിൻ്റെ വാല്യൂ നമ്മൾ 1 ആക്കി എടുക്കുകയാണ്, ആറിൻ്റെ വാല്യൂ നമ്മൾ 0 ആക്കി എടുക്കുകയാണ്. അപ്പോൾ 1 0. അപ്പോൾ ഇവിടെ നോക്കാം, ഈ നാൻ ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് 1ഉം മറ്റൊരു ഇൻപുട്ട് 1ഉം ആണ്. ഇപ്പോൾ 1 1 എന്ന് വന്നു. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇവിടെ ഒരു നാൻ ഗേറ്റിൻ്റെ ഇൻപുട്ട് 1ഉം ഈ ഔട്ട്പുട്ട് 0യും വന്നു. അപ്പോൾ 1 0 1 0 ആണ് വരുന്നതെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, ഈ നാൻ ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് 0 വന്നു. സോ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. കാരണം നാൻ ഗേറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ 1 ഫീഡ്ബാക്കിൽ വഴി എങ്ങോട്ട് വന്നു? ഇവിടേക്ക് വരും. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ 1 വന്നിട്ടുണ്ട്, ഈ 1 ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഈ ഫീഡ്ബാക്ക് ചെയ്ത് വന്ന ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ 1 1 എന്നതായിരിക്കും ഈ നാൻ ഗേറ്റിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? 0 വരും. ഈ 0 ഫീഡ്ബാക്ക് വഴി ഇങ്ങോട്ട് വരും. അപ്പോൾ 0 0 അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. സോ ഔട്ട്പുട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു? സ്റ്റേബിളായി. സോ നമുക്ക് ഇതിൻ്റെ കേസിൽ, അതായത് എക്സിൻ്റെ വാല്യൂ 1ഉം ആറിൻ്റെ വാല്യൂ 0 കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, ഇനി ലാസ്റ്റ് കേസ്, എക്സിൻ്റെ വാല്യൂ 1ഉം ആറിൻ്റെ വാല്യൂ 1 കൊടുക്കുക, ക്ലോക്ക് സിഗ്നൽ ഐ. ഓക്കെ, നമ്മൾ ഇനി എക്സിൻ്റെ വാല്യൂ നമ്മൾ 1 കൊടുക്കുകയാണ്, ആറിൻ്റെ വാല്യൂ നമ്മൾ 1 കൊടുക്കുകയാണ്, ക്ലോക്ക് സിഗ്നലിൻ്റെ വാല്യൂ 1, ഇതിന് വാല്യൂ 1. അപ്പോൾ ഈ നാൻ ഗേറ്റിനെ അപേക്ഷിച്ച് രണ്ട് ഇൻപുട്ട് 1 1 ആണ്. 1 1 ആണെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ,
ഇനി ഈ നാൻഡ് ഗേറ്റിനെ അപേക്ഷിച്ച് ഇതിൻ്റെ വാല്യൂ 1 ആണ്, ഇതിൻ്റെ വാല്യൂ 1 ആണ്. സോ ഈ നാൻഡ് ഗേറ്റിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ 0യും ഇവിടെ 0യും വന്നു. അപ്പോൾ നാൻഡ് ഗേറ്റിൻ്റെ റൂൾ പ്രകാരം ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണ് വരുന്നതെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഈ നാൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട് 0, അപ്പോൾ ഔട്ട്പുട്ട് 1. ഈ നാൻഡ് ഗേറ്റിനെ അപേക്ഷിച്ചും ഇൻപുട്ട് 0, സോ ഔട്ട്പുട്ട് 1 ആയിരിക്കും. സോ അതെന്തല്ല, പോസിബിൾ അല്ല. കാരണം ക്യൂയുടെ വാല്യൂ 1ഉം ക്യൂ ബാറിൻ്റെ വാല്യൂ 0 ആണ് വരേണ്ടത്, അല്ലെങ്കിൽ വൈസ് വേഴ്സ. അതായത് കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള ഒരു ഫോം ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. പക്ഷേ നമുക്കിവിടെ രണ്ടും സെയിം വാല്യൂ ആണ് കിട്ടുന്നത്. സോ ദിസ് ഈസ് എ ഇൻവാലിഡ്. ഓക്കെ, ഈ പ്രോബ്ലമായിരുന്നു നമ്മൾ റൈസിങ് പ്രോബ്ലമായിട്ട് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ക്ലോക്ക്ഡ് SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സെയിം ട്രൂത്ത് ടേബിളാണ് നമുക്ക് കിട്ടുന്നത്. ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടാണെങ്കിലും എന്താ പറയുക, നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ടാണെങ്കിലും. ഇനി സപ്പോസ് നമ്മൾ നോർ ഗേറ്റ് ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇക്വാലൻ്റ് ആയിരിക്കും. ദെൻ അതുപോലെ ക്ലോക്ക്ഡ് SR ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നതെങ്കിലും യൂസിങ് നാൻഡ് ഗേറ്റ് ആണെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് എന്താണ്? ഈ സിമിലർ ആണ്, അല്ലെങ്കിൽ ഈ സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് SR ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു പ്രശ്നം എന്നാണ് റൈസിങ് പ്രോബ്ലമാണ്. റൈസിങ് പ്രോബ്ലത്തിൽ നമ്മൾ ട്രാൻസിസ്റ്റർ നമ്മളൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞിരുന്നു. ഏത് ട്രാൻസിസ്റ്ററാണോ ഫസ്റ്റ് സാച്ചുറേറ്റഡ് ആവുന്നത് ആ ഒരു കണ്ടീഷനിലായിരിക്കും ആദ്യം എന്ത് ചെയ്യുക. അപ്പോൾ അതായത് റൈസിങ് ആണ്, അത് തമ്മിലുള്ള റൈസിങ് ആണ് നമ്മൾ പറയുന്നത്. ഇനി ഇവിടെ നോക്കാം, ഈ ഔട്ട്പുട്ട് നമുക്ക് 0 ആയിട്ടാണ് കിട്ടുന്നത്. ഈ ഔട്ട്പുട്ടിന് നമ്മൾ റീസെറ്റ് വാല്യൂ എന്നാണ് പറയുക. റീസെറ്റ്, ഇവിടെ ഔട്ട്പുട്ട് 1 ആണ് കിട്ടുന്നത്, ഈ ഔട്ട്പുട്ടിന് നമ്മൾ സെറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഔട്ട്പുട്ട് സെറ്റിലേക്ക് മാറാമെന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 1ഉം ആറിൻ്റെ വാല്യൂ 0 ആണ് കൊടുക്കുന്നത്. ഔട്ട്പുട്ട് റീസെറ്റിലേക്ക് മാറാമെന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 0യും ആറിൻ്റെ വാല്യൂ 1 ആണ് നമ്മളവിടെ എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. ഈ രീതിയിലുള്ള ഒരു എന്താ പറയുക, ഫോർമാലിസമാണ് അവിടെ എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. ഇനി നമുക്ക് ഈ റേസിംഗ് പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ഒന്ന് മോഡിഫൈ ചെയ്യുകയാണ്. സോ നമുക്കവിടെ കിട്ടുന്നത് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്ന ഒരു കേസായിരിക്കും. JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതിനെക്കുറിച്ചുള്ള കാര്യമാണ് നമുക്കിനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.